നമസ്കാരം. ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വരാനിരിക്കുന്ന വിശുദ്ധ വാരത്തോടനുബന്ധിച്ച് രാജ്യത്തെ 51 തടവുകാരെ മോചിപ്പിക്കുമെന്ന് ക്യൂബൻ സർക്കാർ പ്രഖ്യാപിച്ചു. വത്തിക്കാനുമായുള്ള ക്യൂബയുടെ ദൃഢമായ നയതന്ത്ര ബന്ധത്തിന്റെയും സന്മനസ്സിന്റെയും ഭാഗമായാണ് ഈ നടപടിയെന്ന് ക്യൂബൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വിവിധ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട 51 തടവുകാരെയാണ് വരും ദിവസങ്ങളിൽ മോചിപ്പിക്കുന്നത്. ശിക്ഷാ കാലാവധിയുടെ വലിയൊരു ഭാഗം പൂർത്തിയാക്കിയവരും ജയിലിനുള്ളിൽ മികച്ച സ്വഭാവം പുലർത്തിയവരുമാണിവർ. ഫെബ്രുവരി 28-ന് ക്യൂബൻ വിദേശകാര്യമന്ത്രി ബ്രൂണോ റോഡ്രിഗസ് വത്തിക്കാനിൽ ലിയോ 14 മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ ചർച്ചകൾക്ക് പിന്നാലെയാണ് തടവുകാരെ മോചിപ്പിക്കുവാനുള്ള തീരുമാനം ഉണ്ടായത്. യുക്രൈനിലെ ജനങ്ങൾ പ്രകടിപ്പിക്കുന്ന അസാമാന്യമായ ധൈര്യത്തെയും അവരുടെ സഹനങ്ങളെയും പ്രശംസിച്ച് കർദിനാൾ തിമോത്തി റാഡ്ക്ലിഫ് യുദ്ധക്കെടുതികൾ അനുഭവിക്കുന്ന യുക്രൈൻ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുക്രൈന്റെ സഹനം ലോകത്തിന്റെ മുഴുവൻ സഹനമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. യുദ്ധത്തിന്റെ ഭീകരതകൾക്കിടയിലും യുക്രൈൻ ജനത പുലർത്തുന്ന ആത്മവിശ്വാസവും ധൈര്യവും തന്നെ സ്വാധീനിച്ചുവെന്ന് കർദിനാൾ പറഞ്ഞു. ബോംബാക്രമണങ്ങളുടെയും തകർച്ചകളുടെയും നടുവിലും പ്രത്യാശയോടെ ജീവിക്കുന്ന മനുഷ്യരെയാണ് അവിടെ കാണാൻ സാധിച്ചതെന്നും കർദിനാൾ പങ്കുവച്ചു. യുദ്ധം അവസാനിപ്പിക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. സഹനം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് ആവശ്യമായ പിന്തുണ നൽകുവാനും ലോക സമൂഹത്തോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു. അർജന്റീനയിലെ ടുക്കുമൻ പ്രവിശ്യയിലുണ്ടായ കനത്ത മഴയെയും പ്രളയത്തെയും തുടർന്ന് ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് പിന്തുണയുമായി അർജന്റീനയിലെ കത്തോലിക്ക സഭ. പ്രളയബാധിതർക്ക് എല്ലാവിധ സഹായങ്ങളും പ്രാർത്ഥനകളും സഭ വാഗ്ദാനം ചെയ്തു. പ്രളയത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്കും ബുദ്ധിമുട്ടുന്നവർക്കും വേണ്ടി സഭയുടെ കീഴിലുള്ള ഇടവകകളും കാരിത്താസ് പോലുള്ള സന്നദ്ധ സംഘടനകളും സജീവമായി രംഗത്തുണ്ട്. ദുരിതബാധിതർക്ക് ഭക്ഷണവും വസ്ത്രവും മറ്റ് അത്യാവശ്യ സാധനങ്ങളും എത്തിക്കുവാൻ സഭ മുൻകൈയെടുക്കുന്നുണ്ട്. സാൻ മിഗ്വൽ ടി ടുക്കുമൻ ആർച്ച് ബിഷപ്പ് കാർലോസ് സാഞ്ചസ് ജനങ്ങളോട് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കരുത്തോടെയിരിക്കുവാൻ ആഹ്വാനം ചെയ്തു. സഭ ദുരിതമനുഭവിക്കുന്ന ഓരോ കുടുംബത്തോടൊപ്പമുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യയിലെയും നേപ്പാളിലെയും വത്തിക്കാൻ സ്ഥാനപതിയായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്ന ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ ജിറേലിയെ ക്രൊയേഷ്യയിലെ പുതിയ സ്ഥാനപതിയായി ലിയോ 14 മാർപ്പാപ്പ നിയമിച്ചു. 2026 മാർച്ച് 13-നായിരുന്നു ഈ പ്രഖ്യാപനം. 2021 മാർച്ച് 13-നായിരുന്നു അദ്ദേഹം ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതിയായി നിയമിതനായത്. 5 വർഷത്തോളം ഇന്ത്യയിലെ കത്തോലിക്ക സഭയുടെയും വത്തിക്കാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. തന്റെ 73-ാം ജന്മദിനത്തിലാണ് അദ്ദേഹം പുതിയ ദൗത്യത്തിലേക്ക് നിയമിതനായത് എന്നത് ശ്രദ്ധേയമാണ്. 1987 മുതൽ വത്തിക്കാന്റെ നയതന്ത്ര വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ഇദ്ദേഹം ഇന്തോനേഷ്യ, കിഴക്കൻ തിമോർ, സിംഗപ്പൂർ, മലേഷ്യ, വിയറ്റ്നാം, ഇസ്രായേൽ, സൈപ്രസ് തുടങ്ങിയ രാജ്യങ്ങളിൽ വത്തിക്കാൻ പ്രതിനിധിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ കർണൂൽ രൂപതയുടെ കീഴിലുള്ള സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ കെട്ടിട സമുച്ചയത്തിന് തറക്കല്ലിട്ടു. 2026 മാർച്ച് 12-ന് ബിഷപ്പ് ഹൌസ് ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ കർണൂൽ ബിഷപ്പ് ഡോക്ടർ ജോഹന്നാസ് ഗൊറന്താല ശിലാസ്ഥാപനം നിർവഹിച്ചു. കർണൂൽ രൂപതയ്ക്ക് നൽകിയ മഹത്തായ സേവനങ്ങളെ മുൻനിർത്തി പുതിയ ബ്ലോക്കിന് കർദിനാൾ ആന്റണി പൂളയുടെ പേരാണ് നൽകിയിരിക്കുന്നത്. നിലവിലുള്ള മറ്റു ബ്ലോക്കുകൾ മുൻ ബിഷപ്പുമാരായ ജോസഫ് രാച്ചപ്പയുടെയും ജോഹന്നാസ് ഗൊറാന്തില സീനിയറിന്റെയും പേരുകളിലാണ് അറിയപ്പെടുന്നത്. സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുകയാണ് രൂപതയുടെ ലക്ഷ്യമെന്ന് ബിഷപ്പ് ജോഹന്നാസ് ഗൊറാന്തില ചടങ്ങിൽ പറഞ്ഞു. കഴിഞ്ഞ വർഷം ആരംഭിച്ച സ്കൂൾ നവീകരണ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായാണ് ഈ പുതിയ കെട്ടിട നിർമ്മാണം. കർണൂലിലെ കുട്ടികൾക്ക് ധാർമ്മികവും ഭൗതികവുമായ വളർച്ചയ്ക്ക് ഈ സ്ഥാപനം ഒരു വിളക്കുമാടമായി മാറുമെന്ന് സഭ അധികൃതർ പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.